ഞങ്ങൾ ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ഞാനാണ് മെയിൻ ഷെഫ്. സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. ഇവരാണ് എന്റെ സഹായികൾ, ശിങ്കിടികൾ. ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും. ഇല്ലില്ല, ഒന്നും ഞാൻ തൊടിയിക്കൂല, എല്ലാം എനിക്ക് ഇടണം. നിങ്ങൾ എല്ലാം വൃത്തിയാക്കി തരാ. ബിരിയാണിന്റെ സ്റ്റാർട്ടപ്പിലാണ് വേഗം ആവട്ടെ. നിങ്ങളെന്താ കഥ പറഞ്ഞിരിക്കുന്നേ? സുമയ്ക്ക് ഇതിനെ വേദനിക്കോ? തുടങ്ങിയിരിക്കും. തോലൊക്കെ ഒഴിവാക്കണം. കണ്ണ് നമ്മൾ സ്ലൈസ് ചെയ്യാൻ നമ്മൾ ഓണിയൻ എന്തുള്ളിയായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഉള്ളിക്ക് തോല് വയസ്സായ ഉള്ളി ഭയങ്കര ഒരു വൃത്തികെട്ട്. ആദ്യമൊന്ന് പോയിണ്ടെങ്കിൽ മിക്സ് ചെയ്യും. അതാണ് ഇന്ന് ലീവാക്കാൻ വന്നത്. ആദ്യമായിട്ട് പണിയെടുക്കുന്നതിനോണ്ട് ഉള്ളീനെ കണ്ടിട്ട് തിരിച്ചറിയാത്തേ. അന്നാരാതെ പാര വെച്ച് കല്ലെങ്കിലുള്ളതാ പണിയെടുക്കുമ്പോ ഒരു മുടികെട്ടല് ഇല്ലാത്ത പണി. ഞാനല്ല ആദ്യം ഈയത് പൊന്നമ്മ എത്ര സമയം വേണോ? എത്ര സമയം? ഒരു 1 hour വേണം. പൊന്നമ്മേന് മാത്രമേ സ്നേഹമുള്ള ഞാൻ ഫുൾ ടൈം പണിയെടുക്കുന്ന കുട്ടികളുണ്ട്. എനിക്കൊരു പണിയില്ല. ഓരൊക്കെ എന്നെ പണിയെടുപ്പിക്കല്ലേ. കാരണം ഇത് തീരെ പണിയെടുക്കാത്ത കുട്ടികൾ, ചില കുട്ടികൾ യൂണോ. എന്റെ ഗൈസ് ഇടയ്ക്കൊക്കെ പണിയെടുക്കുമ്പോ അത് ദേഷ്യം വരും. അതാണിപ്പോ ദേവത്തിന്റെ ദേഷ്യം. ഗൈസ് ആദ്യം കണ്ണടയൊക്കെ ഇട്ടിട്ടുണ്ട് ഉള്ളിൽ. പണിയെടുക്കാൻ മുട്ടി നിൽക്കുകയാണ് എല്ലാരും അടിയാണ്. സുമയ്ക്ക് വീഡിയോ വരുമ്പോ അപ്പം കത്തിയെടുത്ത് പാഞ്ഞു വരികയാണ് ഗൈസ്. അതാണ് സത്യം. വീഡിയോക്ക് വേണ്ടി മാത്രം. വീഡിയോ ഓഫ് ആക്കി അപ്പൊ കാണാം, എല്ലാരും എണീറ്റ് പോകും. നിന്റെ ബുദ്ധി വിമാനം. അപ്പൊ വീഡിയോ ഉണക്കിച്ച സുമ എല്ലാ പണിയും ചെയ്തോളൂ അല്ലേ? ഈ കുറച്ചു നേരം വീഡിയോ പറ്റിക്കോ ഇങ്ങനെ വെച്ചിരുന്നപ്പോഴായിരിക്കുമല്ലോ അതിരിയുടെ അപ്പോഴേക്കും വീട്ടിൽ നിന്ന് പണിയെടുക്കുന്നവർക്ക് ഇവിടെ വന്നാല് ഒരു പണിയെടുക്കേണ്ടതാണ്. ഫോണില് കളിക്കുമ്പോ പൊന്നമ്മയ്ക്ക് ഒന്നും പറയാനില്ല. ഇവര് പണിയെടുക്കുന്ന എത്ര വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരാ. ഇതാണെങ്കിൽ പട്ടി വെറും 5 കുട്ടി ഉണ്ടാവും. ഞങ്ങള് ഫുൾ പൊന്നമ്മ അപ്പം വീഡിയോ ഓണാക്കിയപ്പോ വന്നിരുന്നതാണ്. ഞാൻ പണിയെടുക്കുന്നത് ഒരു കട്ടിയും പിടിച്ച് 1/2 മണിക്കൂറായി ഇരിക്കുന്നു. ഇതൊക്കെ അരിഞ്ഞത് ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ചിക്കനൊക്കെ അത് ഇതൊക്കെ ഞാൻ അരിഞ്ഞതാണ് ഇവരരിഞ്ഞത്. ആവശ്യമില്ലാത്ത ക്രെഡിറ്റ് ഏറ്റു വരെ വെളുത്തുള്ളിന്റെ അരി പൊളിക്കാൻ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ ഞാൻ പൊന്നമ്മനോട് പറഞ്ഞതാണ്. അത് കൊല്ലത്തിൽ ഒരിക്കലും പണിയെടുക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ്. അതാണ് എനിക്ക് രണ്ടാക്കും ഉള്ളി മുറിച്ച് കഴിഞ്ഞ് പച്ചമുളക് കൊണ്ടുവരെ. അയ്യോ ഇവർക്ക് പണിയില്ല. മറ്റേത് ചെയ്യാം.
ഒക്കെ അമ്മേന്റെ മുളക് തന്നെയാ. അപ്പൊ നീ പൊന്നുമേന്റെ ഇട്ടത് ഞാനിവിടെ പച്ചമുളക് നന്നാക്കുകയാണ്. പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് വേണ്ടിട്ട്. അതിന് എന്തിനപ്പോ പിടികൊക്കെ പൊന്തിച്ച് ഇതാണ് ഇവർക്ക് മോഹമുണ്ടോ? പുതിയ സാധനം വേണ്ട വേണ്ട. പിന്നെ നമ്മള് ചിക്കൻ ഒക്കെ ഇവിടെ റെഡിയാക്കി പൊന്നുമേന്റെ സ്പെഷ്യൽ ബിരിയാണിന്റെ മാത്രം. ഹോം ടൂർ വേണ്ടേ? ഹോം ടൂർ വേണ്ട. വേസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ എന്താ വിചാരിച്ചാ ഈ ടേബിളൊക്കെ കഴുകി വെക്കുക മനപ്പലക. എന്തോ 2 പണിയെടുക്കുമ്പോഴേക്കും ഇവരെ വിചാരം പോലെ എന്തോ ആയിന്നാണ് ഗൈസ്. എനിക്ക് 10 പണിയെടുക്കുമ്പോഴേക്കും എന്തൊക്കെ നന്നാക്കണ്ടേ? പണിയെടുക്കും മക്കളെ. നിങ്ങളിങ്ങനെ അയ്യോ നിങ്ങളെ വേസ്റ്റ് കൊണ്ടുപോയിടാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഒനിയൻ സ്ലൈസ് ചെയ്ത് ഇവിടെ ആരതി വെറുതെ ഐഡിയിൽ നടക്കണേ. ഗൈസ് ഇവര് പണിയെടുക്കുന്നതല്ല, വായിലേക്കാണ് ഏറ്റവും കൂടുതൽ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നില്ല. സൗന്ദര്യം തക്കാളി സൗന്ദര്യം അതുകൊണ്ട് സോണിനെ കേട്ടിട്ട് ഞാൻ തുടങ്ങി. എനിക്ക് ഉണ്ടാവില്ല. ആരാണ് ഇത് എടുത്തു തിന്നുന്നതെന്നുള്ളത് നമ്മളിതൊക്കെ സെറ്റാക്കി ആരെ വയലേക്ക് തന്നെ പോകുന്നത്? സുമ നന്നായി ഇളക്കി കഴിക്കണോ? ഒത്തിച്ച് കഴിച്ചിട്ട് കാണൂലെന്നാ. പൊന്നമ്മേ പണി കഴിഞ്ഞ അടുത്ത പണി. അപ്പൊ നമ്മൾ ഇനി കിച്ചണിലേക്ക് പോവാണ്. ഇതാണ് ഞങ്ങള് ചിക്കൻ കഴുകി വൃത്തിയാക്കി. ഞാൻ തക്കാളി നല്ല സ്ലൈസ് ആയിട്ട് ഞാനാണ് തക്കാളി കഴുകി കൊടുത്തത്. ഒരു പ്ലേറ്റ് സവാള മുറിച്ചത് നല്ല നൈസ് ആയിട്ടാണ് ഞങ്ങൾ വീഡിയോയിൽ കാണാലോ. ഞാൻ വീഡിയോ എടുത്തില്ലല്ലേ? മറന്നുപോയിട്ടോ. ഞങ്ങൾ 5 ലിറ്റർ പ്രഷർ കുക്കർ. ഇതൊന്ന് 2 പീസാക്കി അങ്ങനെ അതൊന്ന് മിക്സിയിലടിക്ക്. ഇഞ്ചി പച്ചമുളകും. പിന്നെ ആദ്യം ഫോൺ എടുക്കാൻ പോണ്ട. ആ മല്ലിച്ചപ്പോ അതും എടുത്ത് കഴുകും. അതിനാണ് എടുത്തത്. പേസ്റ്റ് ചെയ്യാം. ഇഞ്ചും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എല്ലാം ചിലപ്പോ ഷോക്കൊക്കെ നന്നായി കഴുകണം. അഞ്ചൊക്കെ എത്ര എടുത്തേ? ഞാൻ എടുത്ത് ഒക്കെ ഞാൻ തന്നെ വേണം. കാലിന്റെ വയർമേനി മരം പോയി എടേറ്റ് പോയപ്പോഴോ വയർമേനി. ഞാൻ ഇങ്ങനെ കിടന്നായിരുന്നു ഇങ്ങനെ. അത് പിന്നെ കിടന്ന് ആദ്യം ഇങ്ങനെ കിടന്നു. പിന്നെ ലാസ്റ്റൊക്കെ മനസ്സിലായി ആരും മാറിയിട്ടല്ലാതെ ഞാൻ പിന്നെ ഒരു കാലം ഒരു ഒക്കെ കൊടുത്ത് കുറെ സമയം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് പറ്റുന്നില്ല. പിന്നെ പെയ്യൊഴികിട്ടും ഫാനിടാനാണെങ്കിൽ തണുപ്പത്ത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നുള്ള കൂർക്കമലി ഈ സൈഡ് ആരാ വലിച്ചിട്ട് രാവിലത്തെ കുറുകിയതാ ഷിബിനോടേനു. പിന്നെ ആദ്യം ഞാൻ പിന്നെ ഏതൊരു ബിനീഷാനെ വിളിച്ചിട്ട് ബിനീഷേട്ടാ ഫോട്ടോ ഇങ്ങനെ കിട്ടിയില്ല. ഫോട്ടോ കൊടുക്കാന് അപ്പൊ അങ്ങനെ ഫോൺ ഇങ്ങനെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ആരോ വിളിച്ചു. പിന്നെ
ഇല്ല എന്റെ കൂർക്കമ്പലി ഉള്ളില് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ പക്ഷെ ഇത് ഭയങ്കര ഒച്ച വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ ഉണ്ടാക്കിയത് അത് നല്ല രസമുണ്ട് 2K അടുത്തോ പറ്റിച്ചോ ഞാനും പോയി ഇതൊക്കെ ഞങ്ങള് അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്താണ് പിള്ളേര് പൊരിണ്ട് പൊരി ആയില്ല ഫാറ്റ് വന്നു ഫാറ്റ് ഉണ്ട് മിക്സ് ഉണ്ട് ഇവിടെ മാഗി മിക്സ് മിൽക്ക് മെയ്ഡ് കഴിഞ്ഞ പോലെ മിൽക്ക് മെയ്ഡ് ഇല്ല അപ്പൊ നടച്ചേക്ക് ഇനി പണിയിലാണ് അതൊക്കെ നോക്കി എന്റെ കോൺസെൻട്രേഷൻ ആ മല്ലിച്ചപ്പ് ഒന്ന് ആക്ക് എനിക്ക് വേണ്ട മല്ലിച്ചപ്പും പുതിനയിലയും ഇതാണ് മല്ലിച്ചപ്പ് ഇതാണ് അതൊന്ന് കഴുകി ഇത് അടിപൊളിയാണ് വെളിച്ചടക്കി അതാ ഒരു നോട്ടോ എന്താ മല്ലിച്ചപ്പ് ആ മറ്റേ ഡാൻസ് കളിക്കും ഇങ്ങനെ മുടി കട്ടിട്ട് എന്നിട്ട് വേണം ഇതിലൊക്കെ മുടി പക്ഷെ തിന്നാനുള്ളതല്ലേ ഇത് ഞാൻ ഇതിനൊന്നും ചെയ്തില്ലല്ലോ പോലെ എത്ര വേണ്ടിയോ അല്ല ഇതിട്ടോ ഇത് ഫുള്ള് കേക്ക് വെച്ചോ ഇത് ഫുള്ള് വേണം കേക്കോ കട്ട് ചെയ്യണ്ടേ ആ അവിടെ നത്തൊക്കെ ഒന്നുണ്ട് ഒന്നും ചെയ്യില്ലോ ഞാൻ കഴുകിയത് അതും ആ ഇലയും വേണം കുറച്ച് ആ ഇല കുറച്ച് മതി അല്ലേ കുരുമുളകൊന്നും വേണ്ട കുരുമുളക് വേണോ ക്രിസ്പിനെസ് വേണ്ടേ കുരുമുളക് എന്ത് പൊടിയാ അത് എങ്ങനെയാ വെച്ചാല് ഇത്ര മതി അതോ ആ അത്തിരിയൂടെ എടുത്തോ ചിക്കൻ മസാല ഒന്നും പൊടിക്കുന്നതിൽ ഇടേണ്ട ആവശ്യമില്ല എന്തൊക്കെയാണ് ചിക്കൻ മസാല ചിക്കൻ മസാല ഒന്നും ഇടൂല മുളകും മറ്റേത് മതി ചിക്കൻ മസാല ഒന്നും കറിയൊക്കെ മതി ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും ആദ്യം കഴുകിട്ടാ കഴുകിട്ടോ മുറിച്ചിട്ട് കഴുകിയിട്ട് മുറിച്ചു ഇതിൽ വെള്ളം കഴുകിയിട്ട് മുറിക്കാം ഇതാണ് നല്ല വെള്ളം കുറച്ച് മതി ആദ്യക്ക് കൊടുക്കും ഞാൻ പണിയെടുത്തതല്ലേ രണ്ടാളും കൂടി ചെയ്തോ നമ്മള് പൊരിക്കാനുള്ള മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അടച്ചു വെക്കട്ടെ ഇലയിലാണ് കൂടുതൽ ചളി ഉണ്ടാവുക അതാണ് വെച്ചോ കുറച്ച് കഴിഞ്ഞ് പൊരിക്കുക ലാസ്റ്റ് ഒരാളോട് കഥ പറയാ ഒരു പണിയെടുക്കാൻ അമ്മേനോട് കഥ പറഞ്ഞിരിക്കുക നമ്മളെപ്പോഴും വിചാരിക്കും ഇലകളും നല്ലതാണ് പക്ഷെ ഇലയിലാണ് ഏറ്റവും കൂടുതൽ ചളി ഉണ്ടാവുക നമ്മള് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും മുളക് പൊടി പറ്റില്ല ചിക്കൻ ബനാന അല്ല അതിന് ചെറിയ കത്തിയോടെ ഇതാണ് നമ്മളുടെ ബിരിയാണി മസാല അപ്പൊ ആ മസാല എന്താ അത് എന്താ ചെയ്യേണ്ടത് എനിക്ക് സത്യം പിന്നെ ഓരോ ഇല സെപ്പറേറ്റ് ആക്കുക ഇലയാക്കുക ആ ഒന്ന് പറഞ്ഞു കൊടുക്കാ ഇല നമ്മ ചെറിയ കുക്കറോടെ ഒന്ന് പിച്ചിട്ട് നമ്മളിപ്പോ ഉണ്ടാക്കി തിന്നാ ഫോൺ കളിക്കുന്നേ ഇതൊക്കെ ഫോൺ കളിക്കുന്നേ
ചിക്കനിട്ട് വീഡിയോ എടുക്കാൻ മറന്നു കത്രിക കൊടുക്കട്ടെ. ഇവിടെ എവിടെയുണ്ട്? അമ്മയോട് ചോദിക്കുക. നമ്മുടെ ചിക്കൻ ഞാൻ പറയാം. ഇതില് നമ്മള് സവാളയും സവാളയും ഇതെന്താ തക്കാളിയും ചിക്കനും പിന്നെ പുതിനയിലയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും പിന്നെ നമ്മൾ ചിക്കൻ മസാല ലേശം പിന്നെ ഗരം മസാല മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്യണം. പിന്നെന്താ പിന്നെ ബിരിയാണി മസാലയും ഇത് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ കുക്കറിൽ ഒരു വിസിൽ വെക്കും. ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഞങ്ങൾ ടേസ്റ്റ് പറഞ്ഞുതരാം. ബിരിയാണി മസാല ആഡ് ചെയ്യാം. നമ്മുടെ ബിരിയാണി മസാല അയ്യടാ ഇത് ഫുള്ളല്ലേ? ഫുള്ളിട്ടീലേ? ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി അച്ഛൻ വരുന്നതിന്റെ അടുത്ത് ഉണ്ടാക്കി കയ്യോ മല്ലിപ്പൊടി സമയം. അതാണ് സംഭവം. സാമ്പാർ ചിക്കൻ ബിരിയാണി ഒക്കെയാണ് കഴിച്ചുള്ളത്. ഇതൊക്കെ ഫാസ്റ്റ് ആണ് കേട്ടോ. മസാല ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. ദേവു ഇങ്ങനെയാ പറയാ, ദേവു പറഞ്ഞ കേട്ടു അങ്ങനെ പഠിച്ച്. ഇതില് കുറച്ചുകൂടെ കുറച്ച് തൈരും കൂടെ ലേശം ഉപ്പിട്ടോ. ലേശം ഉപ്പിട്ടുണ്ട്. മതി. ഞാൻ നേരത്തെ ഉണ്ട്. ഇത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കൈ പോകയും ആ ടൈം ഇവർ ഇതൊക്കെ ചെയ്യും. ബാക്കി പഠിച്ചു ഇട്. അതെ ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്യാം. ലെമൺ ഇല്ല. ലേശം വേണ്ട 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 മതി. ഇത് ഞാൻ പേരിനിട്ടതാ. മതി. ഇതെന്താ ആരാ വെട്ടി മുറിച്ചിട്ട്? ഞാൻ ലാസ്റ്റ് ഇവിടെ അരിഞ്ഞുണ്ടല്ലേ? മതില്ലേ? നമുക്കൊന്നും ചെയ്യാം. കുറച്ചുകൂടി നമുക്ക് ഗരം മസാല ആഡ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾക്ക് ഒന്നും വയറൊന്നും നാക്കൊന്നും വെച്ചൊക്കെ അറിയാ? അതൊന്നും എനിക്ക് അറിയില്ല. ഞാൻ അങ്ങനെ ഏകദേശം ഇടുന്ന അത് മഞ്ഞളാ. അതിട്ട് കഴിഞ്ഞ് ഇനി ഇത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് എടുക്കട്ടെ ഇവര്. ഇനി ആ നേരം കൊണ്ട് തൈര് ഉണ്ടാക്കി കേട്ടോ. വേണമെങ്കിൽ പച്ചമുളകൊക്കെ അവിടെ എടുത്തു. ഞാൻ ഇങ്ങനത്തെ പല്ല് വെച്ചാൽ നനയ്ക്കൊക്കെ ഇതാകുമ്പോ ഈ വലിയ ആവശ്യമില്ല. നല്ല ഭംഗിയല്ലേ? പല്ല് കേട്ടില്ല നോക്കോ. എനിക്ക് പല്ലില്ല. ഞാൻ ഇപ്പൊ ഇങ്ങനെ പൊക്ക് ഇത് ദേവ് ഉണ്ടാക്കുന്ന ഒന്നും എടുക്കില്ല. പൊന്നുമന്റെ വീട് സെറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ കാണിക്കാം. ഇനി ഞങ്ങൾക്ക് അപ്പൊ നമ്മള് കിച്ചൺ ഏരിയയിലേക്ക് പോവാണെങ്കിൽ ബേബിമോള് ഫുഡ് കഴിക്കട്ടെ. ചിക്കൻ ചിക്കനോ? ബാക്കി സാധനങ്ങളും കൂടി എന്തൊക്കെയാ ബിരിയാണിക്ക് വേണ്ട റൈസ് ഒക്കെ വെറൈറ്റി ആക്കി കഴിച്ചു. എല്ലാം മാറ്റി. പൊന്നുമോന് വർഷം കൊണ്ട് എന്തൊക്കെ ചേഞ്ച് വരുത്തിയാണ്. പൊന്നിതിനൊക്കെ കണ്ണെടുക്കിരിക്കും. എല്ലാരും കണ്ണെടുക്കുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ്. അത് ഞങ്ങൾക്ക് ഇന്നലെ ബോധ്യപ്പെട്ടു അല്ലേ? കണ്ണടി കിട്ടി ഞങ്ങൾക്ക്. ഞങ്ങൾ നാലാളേലും എല്ലാവർക്കും അസൂയാണ്. സ്പൂണ് തരിയമ്മേ. സ്പൂണ് എടി തെരഞ്ഞ് കണ്ടെടുക്കി. എന്റെ വീട്ടില് ഈ എല്ലാം എടുക്കണ്ടേ? ഈ എന്താ ഫസ്റ്റ് ആയി കാണുന്ന മാതിരി? അതിന് ഇവളെന്തൊക്കെ ഫസ്റ്റ് കാണുന്ന മാതിരി? ഞാൻ എന്നും അങ്ങനെ ചോദിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ കുക്കർ ചൂടാകുമ്പോ നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. കുറച്ച്
കുറച്ച് ഓയിൽ. ആദ്യം നമുക്ക് അതിനുള്ള റൈസ് കുക്കറിലല്ലാതെയും തയ്യാറാക്കട്ടോ. എനിക്ക് കുക്കറിലാണ് സിമ്പിൾ. ഇനി നമുക്ക് കുറച്ച് ഗീ ഒഴിക്കാം. ഇതാ ഇത്രയും ഒഴിക്കുന്നുണ്ട് ഞാൻ റിച്ച് ആണ്. ഞാൻ റിച്ച്. ഞാനൊന്നും പറയില്ല. ഓക്കെ, ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറാമ്പൂവ്. ഇത് എന്റെ ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇടുക്കിയിൽ നിന്ന് നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇടുക. എല്ലാം ഇട്ട് കഴിഞ്ഞോ? മിക്സ് ഒക്കെ കഴിഞ്ഞോ? ഇത് നമ്മളെ മരത്തുനിന്ന് പറിച്ചെടുത്തതാട്ടോ. കറാം പട്ട ആദ്യം നിങ്ങളല്ലാതെ ആദ്യം ഉറപ്പിക്കാനാ? ഇല്ലില്ല. ഇതിലേക്ക് നമുക്ക് 3 ഗ്ലാസ് അരിക്ക്, അത് ഞാൻ പറയാം. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അത് 1 2 പൊന്നമ്മ ബിരിയാണീന്റെ എക്സ്പേർട്ട് ആയതുകൊണ്ട് പൊന്നമ്മക്കെല്ലാം കാണിച്ചു കൊടുക്കാൻ ആവശ്യമില്ല. അരി ഇടും. നമ്മൾ ഏത് അരിയാണ് യൂസ് ചെയ്തത്? നമ്മൾ കൈമ റൈസ് ആണ് ബിരിയാണി വെക്കാൻ യൂസ് ചെയ്യുന്നത്. വി ആർ മേക്കിംഗ് ഓഫായി കോഫി മേക്കർ. അത് കുഴപ്പമില്ല. ഇവിടെ വ്ളോഗില് വന്ന് തന്നെ എല്ലാ പാത്രവും അവിടെ കൊണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ വ്ളോഗൊന്നും ഫോട്ടോ നമ്മൾ മാത്രം അവിടെ ഒരാള് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് വീഡിയോ മാത്രം ചെയ്തോണ്ടിരിക്കുക. നമുക്ക് മാത്രം ലാസ്റ്റ് ബിരിയാണിന്റെ ഫുൾ പണിയെടുത്ത് ഞങ്ങൾക്ക് ക്രെഡിറ്റ് ഇല്ല ഗൈസ്. ഞാനാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ഇറച്ചി അടിക്കാൻ കേറി കുത്തിരുന്നോ? ഇതൊന്നോ ഇത് വെള്ളം ചൂടാവട്ടെ. വെള്ളം ചൂടാവുമ്പോ ഒരു ഗ്യാസിന്റെ ഇതില് ഒന്നില് അരി വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്കറിൽ ഒരു വിസിൽ വിളിക്കാം. അതിന് നമ്മള് കുക്കറാണ് എടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പൊന്നമ്മേന്റെ ബിരിയാണി കഴിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങള് കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞുതരാല്ലേ? കഴിച്ചു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ എന്താണ്. ഇത് ഹോക്കിൻസിന്റെ കുക്കറാണ്. നിങ്ങൾ പൊന്നമ്മേന്റെ ഫോണിൽ സെർച്ച് ചെയ്യാൻ പോവാം. ഇതാണ് കാണാതിരിക്കാൻ വേണ്ടിട്ട് റീൽ ചെയ്യാം. മറ്റേ ചെയ്ത ഇവിടെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കണം. ഒക്കെ ഞങ്ങൾക്കൊന്നും കിട്ടണ്ട വിചാരിച്ചിട്ട് ഒക്കെ അട്ടത്തേക്ക് കയറ്റി വെച്ച് എല്ലാ സാധനങ്ങളും. ഇതൊന്നും ഞാൻ വ്ളോഗിൽ ഇടില്ല കേട്ടോ. ഓളതൊന്നും ഇടൂല. നമ്മളൊക്കെ കുനിഞ്ഞ നിൽക്കുന്നവരെ അത് ഇടുവോള്. പൊന്നമ്മയ്ക്ക് ഒറ്റയ്ക്ക് പണി എടുക്കാൻ കണ്ടോ പണി കണ്ടോ? ആരെ വിളിപ്പിക്കാം? മിസ്സിനെ വിളിപ്പിക്കും. പൊന്നമ്മ നല്ല പണി എടുക്കും. ഒന്ന് വേവിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തത് ഞാനാ. അതിലവിടെ നോക്കി നിൽക്കുന്നു. ആരതി വെറുതെ വ്ളോഗ് എടുക്കുന്നു. പൊന്നമ്മേന്റെ റൈസ് ഇടുന്ന കാണില്ല. ഇങ്ങോട്ട് വാ. ഇത്ര നേരം കണ്ടില്ലേ ഓളെ? എല്ലാരും ഭയങ്കര വർക്കിങ്ങിലാണ് ഗൈസ്. ഞങ്ങളുടെ ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾ ആഘോഷിക്കുക തന്നെ. ആദ്യം വ്ളോഗിൽ കഴിച്ച മതിയുണ്ട്. പ്രതികരണം പേടിച്ചിട്ടാണ്. ഭയങ്കര കെയർഫുൾ. കടിച്ച മതി. ഞാൻ ചൂടാവൂല. നിലത്ത് വീണാലും ഞാൻ നിലത്തുനിന്ന് കഴുകി ആണോ? ഈ കൊല്ലം മുതൽ പൊന്നമ്മ വേറെ ഒരു ബിരിയാണി വെക്കാൻ കഷ്ടപ്പെടുന്നു. അല്ല ആയില്ല. എനിക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിടുകയാണ് റൈസിന്. ആവശ്യത്തിന് മാത്രം ചിക്കൻ ആയില്ല. ഇടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്ക്. റൈസ് റൈസ് മതി.
വയ്യോട്ട് വെക്ക്. ഇതൊക്കെയാണ് വലിയ കാര്യങ്ങളെല്ലാം. പൊന്നമ്മേനെ ലാസ്റ്റ് കഷ്ണങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ടു. ഞങ്ങള് ക്യൂട്ടി പൊന്നമ്മ. അത് രണ്ടും അതൊരു വിസില്. നമ്മള് പൊന്നമ്മേനെ വീട് കാണിച്ചെന്നാണ്. വേണ്ട വേണ്ട വേണ്ട, അതൊന്നും ഞാൻ എടുക്കൂല. ഇതെന്ത് വെള്ളം? ആരതി അതിന് ഞങ്ങൾക്ക് വേണ്ടി ആതിരയാണ് ഞങ്ങൾ കൂടുതലും ബ്യൂട്ടി കോൺഷ്യസ്. രാവിലെ തൊട്ട് കണ്ണാടിന്റെ മുന്നിലാ. ഒരു ഉള്ളി എരിയോ കണ്ണാടി പോയി നോക്കും, ഒരു തക്കാളി എരിയോ കണ്ണാടി പോയി നോക്കും. പണിയെടുക്കാതെ ഞാൻ ഇരിക്കണ്ട. ഓ എന്താ ആനക്കാലം വെച്ചിന്റെ ചൊട്ടി കൊല്ലും. ഇവിടെ എനിക്ക് വല്ലപ്പോലെ കിട്ടുള്ളൂ. മാക്സിമം ഇവരെ ഞാൻ യൂട്ടിലൈസ് ചെയ്യട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് നിലം തുടയ്ക്കാനൊക്കെ ഉണ്ട്. നമുക്ക് ഇത് ചെയ്യണ്ടേ, റീൽ ചെയ്യണ്ടേ? റീലും ചെയ്യണം. പിന്നെ ഏതൊക്കെ റീല് നമ്മൾ അങ്ങോട്ടും കൂടെ അയച്ചില്ലേ? നാലാം കൂടി ഉള്ളതാ. നാലാം കൂടി ഉള്ളതല്ലേ? ഞങ്ങൾ നാലാളല്ലാതെ റീൽ എടുക്കാൻ പൊന്നമ്മ വാങ്ങി വെച്ചിട്ട് എന്തെങ്കിലും വാങ്ങി കൂട്ടും. ഡെലീഷ്യസ് മച്ച്. ഒരു ചെറിയ സ്പൂണ്, ചെറിയ സ്പൂണ് അതാടുണ്ട് ഇതില് പോന്നെ. അത് കഴിഞ്ഞാക്ക് ഇപ്പൊ മോമ്പ കിട്ടും. നമ്മള് ആക്കി വെച്ച ചിക്കൻ ഇല്ലേ, ഈ ചിക്കൻ ഇനി നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതൊന്ന് വറ്റി വരട്ടെ, കുറച്ച് വറ്റട്ടെ. രണ്ടാക്കും കിച്ചണായിട്ടൊരു കളത്തരം ഗൈസ്, കളത്തരം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടാൽ വേറൊരു ടേസ്റ്റ് വരും. ഇംഗ്ലീഷിലൊക്കെ പ്രശ്നം കറി ലീവ്സ്, കറി ലീവ്സ് ഇടാം. അത് പറയുന്നത് കറി ലീവ്സ്. ദേവുന്റെ ഇംഗ്ലീഷ് പറ ഗൈസ്. ഇനി നമുക്ക് കുറച്ച് കറി ലീവ്സ് ഇടാം. ഇവിടെ മറ്റേ ചിക്കൻ കറി ഉണ്ടാക്കുന്ന അങ്ങനെ പറയാ, ഈ അങ്ങനെ പറയാ അല്ലേ? ആ പെണ്ണിനെ പോലെ ഇടക്ക് ഞങ്ങൾ മാത്രമേ. ഞാനാണോ? ഇതൊന്ന് വച്ചട്ടെ. ഇത് വച്ചിട്ട് വരുമ്പോ നമുക്ക് റൈസ് ഇതിലേക്ക് ഇടാം. ബിരിയാണിന്റെ മണം. എന്നെ ആതിരേനെ മിനിറ്റിലാക്കി അവരെ വെളിച്ചത്ത് ചിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ ഇവിടെ ബിരിയാണിയുടെ ഗ്രേവിന്റെ സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. എന്ത് ചെയ്യണം? ഞങ്ങള് പുതിയ കുക്കർ ആയതുകൊണ്ട് കുറച്ചൊന്ന് വെന്തുപോയിട്ടുണ്ട്, അലിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ സ്ക്വീസ് ഓഫ് ലെമൺ ഉണ്ടെങ്കിൽ സെറ്റാണ്. നമ്മുടെ സ്ക്വീസ് ഓഫ് ലെമൺ ഇല്ല, കുഴപ്പമില്ല. കുറച്ച് അലിഞ്ഞു പോയിട്ടേ ഉള്ളൂ. എന്തായാലും തിന്നാണതല്ലേ, എന്തായാലും നമ്മള് ചവച്ചല്ലേ തിന്നുക. ഇതില് ഞാനൊരു സാധനം ഇടുന്നില്ല കേട്ടോ. എന്താ? അണ്ടിപ്പരിപ്പ് മുന്തിരി. അതേ ഉള്ളു കൊത്തി തിന്നാൻ കഴിഞ്ഞു. അത് ഇടുന്നില്ല. അത് ഞങ്ങൾ പൊതുവേ ഞാനത് കഴിക്കാത്ത. നമ്മള് ഇവിടെ യൂസ് ചെയ്തത് മിൽക്കി മിസ്റ്റിന്റെ കൗ പ്യുവർ ഗീ ആണ് ഗൈസ്. നമ്മൾ പ്രൊമോഷൻ ഒന്നും ചെയ്യല, നല്ലൊരു ഗീ ആണ്, നല്ല സ്മെൽ ആൻഡ് ഒറിജിനൽ പശുവിന്റെ ശുദ്ധമായിട്ട് എടുത്ത് ഉണ്ടാക്കിയ നെയ്യാണ് ഗൈസ്. ഒറിജിനൽ പശുവിന്റെ പശു കിട്ടിരുന്ന് അയ്യോ ഗൈസ്, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്.
ഇനി നമ്മൾ ഇതിന്റെ ദം സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ചോറിനൊരു മഞ്ഞ കളർ വരാൻ വേണ്ടി നമ്മൾ പാലും മഞ്ഞളും മിക്സ് ചെയ്തിട്ട് ഇതിലിങ്ങനെ വെക്കും. ഇതൊക്കെ എന്റെ റെസിപ്പിയാ? അല്ലല്ല, ഇതെല്ലാ ഇതുണ്ടാക്കുന്നവര് ചെയ്യും. നിങ്ങൾ പിന്നെ അതൊന്നും കുക്കിങ്ങിന്റെ ABCD അറിയാത്തതുകൊണ്ട് ഇവർക്ക് ഇതൊക്കെ മസാല കുറവുണ്ടോ? നമ്മള് റൈസ് ഇതിന്റെ മുകളിൽ ഇടാണ്. റൈസ് നമ്മള് പൊരിക്കാണ്. എന്റെ അങ്ങനെ പൊരിച്ച ഈ കാണിച്ചില്ലെങ്കിൽ ഡിസ്പ്ലേക്ക് റിപ്പോർട്ട് ചെയ്യും. ആ മിറാക്കിൾ എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടുമ്പോളെ ഇതാക്കും. നമുക്ക് കുറച്ച് നല്ല വിതറിയിടാം. നീ കുറച്ച് ഇതെടുത്തിട്. വേണ്ട ആരെങ്കിലും അതിട്. വേഗം വേഗം കൈയോണ്ട് എടുത്തിട്. ഇത് എടുക്ക്. ഇട് നല്ലോണം ഇട്ട് ദേവു അങ്ങോട്ട് ഫുള്ള് പൊന്തിച്ച് ചേർക്കണ്ടേ? ലാസ്റ്റത്തെ ആണ് ഇത്. അയ്യോ എന്റെ അമ്മേ, ഇറച്ചി കാണി കഴിഞ്ഞ. നല്ലതെല്ലാം നമുക്ക് ഇടാം. കുറച്ചുകൂടെ ഫ്രൈഡ് ഓണിയൻ ഇടാം. ഇനി നമുക്ക് കുറച്ച് നെയ്യും. അതാ ആവേ ഉള്ളൂ, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ച് പാലും മഞ്ഞളും കലക്കിയിട്ടുള്ളത് നമുക്ക് ഇതിൽ. ആക്ച്വലി നമ്മള് കൊഴുത്തോട്ടയുടെ മഞ്ഞളല്ല കുങ്കുമപ്പൂവാണ് ഇടല്. നമ്മളെ സ്റ്റോക്ക് കഴിഞ്ഞു പോയി. കുറച്ച് നെയ്യൊക്കെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ വിതറും. അത് നമ്മുടെ നല്ല മണം, നല്ല രുചി. അങ്ങനെ വന്ന് ചവിട്ടിയത് നന്നായാൽ ഞാൻ ഉണ്ടാക്കിയത്, കേടായാ ഇല്ല അത് ആയിക്കോളൂ. ഇതാണ് എനിക്ക് വേറെ പാത്രമൊന്നുമില്ല. നോക്കില്ലേ നമ്മളങ്ങനെ ഇതിൽ വേറെ ഒന്നും ഇടാല്ലോ. അയ്യോ ഗരം മസാല അതല്ല, ലേശം ഗരം മസാല അങ്ങനെ അങ്ങനെ ഇതറിയാൻ നല്ലതാണെന്ന് ആരോ പറഞ്ഞു തരുന്നത്. അങ്ങനെ നമ്മളുടെ ഇങ്ങനെ കൂടാം ദമ്മ് നമ്മള് വേണോ? എന്നാലേ നമുക്ക് ദമ്മാവുള്ളൂ. കുറച്ച് മലയാളം അതിലിട്ടോ ബാക്കി വന്നു. അതിന് കറിവേപ്പില ഇടാം, മല്ലിയിലല്ല. ബാക്കി വന്ന നമ്മളെല്ലാ പണി ഒപ്പം ചെയ്യണം. ഒരു സൈഡിൽ ഇവിടെ നല്ല അതിലെ അമൃതത്തിന് അപ്പൊ പറഞ്ഞക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട്. പണിയെടുക്കാത്ത എന്റെ സുമ ഇവിടെ വന്ന് അധ്വാനിക്ക. എന്തിന് അതിന് പറ അവളെന്തിനാ പണിയെടുക്കുന്നേന്ന്? അല്ലാതെ പൊന്നമ്മ ബിരിയാണി എടുക്കൂല. അയ്യോ എനിക്ക് ഗൈസ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നമുക്ക് നല്ല സ്മെല്ലാണ്. വലിയതൊന്നുമില്ല, അലിഞ്ഞു പോയി റൈസ്. ഇങ്ങനെ 24 മണിക്കൂർ തന്നെ പറയല്ലേ. ഇത് ഇതിലേക്ക് തന്നെ ആക്കല്ലേ റൈസ്? എന്തിനാ റൈസും വേറെ ഒറ്റ വിസിലാ വിളിച്ച് വന്ന. പിന്നെ ചൂടോടെ ആകുമ്പോ കുറച്ചുകൂടി പൊന്നമ്മക്ക് നല്ല ഡെഡിക്കേഷനാണ് ഗൈസ്. ഞാൻ കുത്തിരി വന്നപ്പോഴത്തേക്ക് ഒക്കെ സങ്കടം, റൈസ് അലിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഭയങ്കര വെയിറ്റിങ്ങാ. കൂടെ വേണം, അതൊക്കെ മാറ്റിക്കൊടുക്കും. ഇത്
ഇതാണ് മസാല. മസാല നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നിങ്ങള് അങ്ങോട്ട് കൊലായിൽ കൊണ്ടില്ലേ. അങ്ങനെ പൊന്നമ്മേന്റെ ബിരിയാണി ഞങ്ങൾ റെഡിയാക്കി. മസാല ഈ തുണി ഫോട്ടോ ചിക്കൻ ബിരിയാണി, ചിക്കൻ മസാല, സാലഡ്, ചിക്കൻ പൊളിച്ചത്, ചിക്കൻ 65 എന്ത് വേണം പറയാം നമുക്ക്. ഞങ്ങൾ ഡൈനിങ് ടേബിൾ സെറ്റ് ആയില്ല, അതുകൊണ്ട് ഞങ്ങൾ കൊലായിലിരുന്ന് കഴിക്കണം. എനിക്ക് കൊറേ കേക്ക് കൊണ്ടാണ് എന്റെ ചാരിന് സ്ഥലം പോയി. അയ്യോ തരിഞ്ഞു കൊയഞ്ഞു പോയി. വീഡിയോ എടുക്കാൻ തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യത്താണോ ഇതാണോ നല്ലത്? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കഴിച്ചില്ലല്ലോ. അല്ലെങ്കിൽ ഇമ്പളെ ഞങ്ങളെ ന്യൂ ഇയർ അവിയലി പരുവത്തിലാണ് guys. അതുപോലെ തന്നെയായി ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ടേസ്റ്റ് എന്തൊക്കെ വേണം കൊടുക്കുന്നു. ചിക്കൻ പൊരിച്ചത് ഞാനും ആദ്യം കുക്ക് ചെയ്തോണ്ട് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി. ഇഷ്ടമില്ല. അങ്ങോട്ട് വന്നാണ് എനിക്ക് 2 കഷ്ണം ഒരു ഉണ്ടാക്കി. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. പൊന്നമ്മയ്ക്ക് നല്ല ഉണ്ടാക്കാനും പറയാം കേട്ടോ. എന്റെ കല്യാണത്തിന് ഓള വെപ്പുകാരി ഇങ്ങനെ അലീച്ചുണ്ടാക്കിയതെ. അത് കുക്കർ ചതിച്ചത് അന്നത്തെ. ആ കുക്കറിൽ ഞാൻ ആദ്യമായിട്ടാ കല്യാണത്തിനൊക്കെ ഏത് കുക്കറിലാണ് വെക്കുക? നീട്ടി വെക്കോ? മറ്റേ ഇതിലല്ലേ ഉണ്ടാക്കുക, ചെമ്പില്. അപ്പൊ അങ്ങനെ വിസില് വരൂ? മറ്റേത് ഒട്ടിക്കൂല മൈദേന്റെ. വീട്ടില് ചോറ് എങ്ങനെ ഉണ്ടാക്കുക എല്ലാരും കുക്കറാ? 25ാമത്തെ വയസ്സിൽ ഞാൻ വിചാരിച്ചു ചെമ്പിൽ എങ്ങനെയാ വിസില് വരികന്ന്. അപ്പൊ ചോറും ഇങ്ങനെ വെക്കും? ചോറ് മറ്റേ എങ്ങനെയാ വെക്കുക, വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചാ മതി. എനിക്ക് അങ്ങനെ വെക്കാറില്ല. ഞങ്ങൾ പോവാണ് പോലെ കിടക്കണത്. ഇവര് പോവാണ് ഗൈസ്. എന്നിട്ട് ഞങ്ങക്ക് ബാക്കി ഉറങ്ങണം. താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ എന്താ ഈ അത് വെക്കേഷൻ